ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായി, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തനേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഇന്നലെ വരെ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചിരിച്ച് സംസാരിച്ചവർ പെട്ടെന്ന് മുഖം തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിസിനസ്സിലെല്ലാം വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ വലിയ തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ശരീരത്തിൽ ഒരു അസുഖവുമില്ല, ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുവെങ്കിലും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു തളർച്ചയും മടിയും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഇത് കേവലം നിങ്ങളുടെ വിധിയല്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ കടുത്ത അസൂയയിൽ നിന്നും പുറപ്പെടുന്ന നെഗറ്റീവ് ഊർജമാണ് ഇതിന് കാരണം. നമ്മുടെ കാരണവന്മാർ ഇതിനെ വളരെ ലളിതമായി ഒരൊറ്റ പേരിട്ട് വിളിച്ചു: കണ്ണേർ അഥവാ ദൃഷ്ടിദോഷം. കല്ലിൽ കൊള്ളുന്നതിനേക്കാൾ ഭീകരമാണ് കണ്ണിൽ കൊള്ളുന്നത് എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിലെ തീവ്രമായ അസൂയ ഒരു തരംഗമായി വന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള സംരക്ഷണ വലയത്തെ ഭേദിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഈ കലിയുഗത്തിൽ മനുഷ്യരുടെ മനസ്സിൽ നന്മയേക്കാൾ കൂടുതൽ അസൂയയും പകയുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഒരു പുതിയ വീട് വെച്ചാലോ, ഒരു വാഹനം വാങ്ങിയാലോ, അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷത്തോടെ ഇരുന്നാലോ അത് കണ്ട് സഹിക്കാൻ കഴിയാത്തവരാണ് ചുറ്റും. ഇത്തരം ദുഷ്ടദൃഷ്ടികളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കാൻ ഈ കലിയുഗത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്നൊരു ശക്തിയുണ്ട്. അതാണ് സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സ്വാമി. പരമശിവന്റെയും പാർവതിദേവിയുടെയും അംശമായി ഭക്തരെ കാത്തുരക്ഷിക്കാൻ അവതരിച്ച മൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. ആരെങ്കിലും നിങ്ങളെ തകർക്കാൻ മന്ത്രവാദമോ ദുഷ്കർമ്മങ്ങളോ ചെയ്താൽ പോലും, അല്ലെങ്കിൽ അവരുടെ കടുത്ത നോട്ടം നിങ്ങളുടെ മേൽ പതിഞ്ഞാൽ പോലും സ്വാമിയെ വിളിച്ചപേക്ഷിച്ചാൽ ആ നിമിഷം അതിനൊരു പരിഹാരമുണ്ടാകും. കാരണം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ ഇതിലും വലിയൊരു ശക്തി വേറെയില്ല. കണ്ണേർ നിങ്ങളെ ബാധിച്ചു എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ സ്വാമിയുടെ പരിഹാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കണ്ണേർ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. സാമ്പത്തിക ചോർച്ച. എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കില്ല. വരാനിരുന്ന വലിയ തുകകൾ അവസാന നിമിഷം മുടങ്ങിപ്പോകുക. പണം മുഴുവൻ അനാവശ്യമായി ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റോ ചിലവായി പോകുക. കുടുംബത്തിലെ കലഹം. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. കുട്ടികളുടെ സ്വഭാവമാറ്റം. വീട്ടിൽ കണ്ണേർ ഏറ്റവും വേഗം ബാധിക്കുന്നത് കുട്ടികളെയാണ്. കുട്ടികൾ രാത്രിയിൽ കാരണമില്ലാതെ ഞെട്ടിയുണർന്ന് കരയുക, ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുക, എപ്പോഴും അസുഖങ്ങൾ വരിക. അകാരണമായ ഭയം. നമ്മൾ ഒറ്റയ്ക്കല്ല, ആരോ നമ്മെ പിന്തുടരുന്നുണ്ട് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ എപ്പോഴും വരാനിരിക്കുന്ന ഒരു ആപത്തിനെക്കുറിച്ചുള്ള ഭയം. ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, ശത്രുക്കളുടെ ദൃഷ്ടിദോഷം നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. എത്ര വലിയ ദൃഷ്ടിദോഷത്തെയും ഭസ്മമാക്കാൻ വിഷ്ണുമായ കാവുകളിലെ ഈ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സാധിക്കും. 1. മുട്ടറുക്കൽ വഴിപാട്. ഏറ്റവും പ്രധാനം. ദൃഷ്ടിദോഷത്തിനും തടസ്സങ്ങൾക്കുമുള്ള ഏറ്റവും ശക്തമായ പരിഹാരമാണിത്. നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സ്വാമിയുടെ സന്നിധിയിൽ നാളികേരം ഉടയ്ക്കുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടദൃഷ്ടികളെയും തടസ്സങ്ങളെയും സ്വാമി വെട്ടിമാറ്റുന്നു എന്നാണ് വിശ്വാസം. ഇത് ചെയ്യുമ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. 2. കർപ്പൂര ആരതിയും കല്ലുപ്പും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. സന്ധ്യാസമയത്ത് സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ശുദ്ധമായ കർപ്പൂരം കത്തിച്ചു പ്രാർത്ഥിക്കുക. അഗ്നിക്ക് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ കഴിവുണ്ട്. 3. ചുവന്ന പട്ടും തെച്ചിപ്പൂവും സമർപ്പിക്കുക.
വിഷ്ണുമായ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ് ചുവപ്പ്. കടുത്ത ശത്രുദോഷം അനുഭവിക്കുന്നവർ സ്വാമിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ചുവന്ന തെച്ചിപ്പൂവുകൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ വേഗം ഫലം നൽകും. ഇത് നിങ്ങളുടെ ചുറ്റും ഒരു വലിയ സംരക്ഷണ വലയം തീർക്കും. 4. രൂപക്കളവും തോറ്റം പാട്ടും. കടുത്ത ദോഷങ്ങൾ ഉള്ളവർക്ക് കാവുകളിൽ പോയി സ്വാമിയുടെ രൂപക്കളം കണ്ട് ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ആ കളത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾക്കും അവിടെ പാടുന്ന തോറ്റം പാട്ടിൻ്റെ ശബ്ദതരംഗങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലെയും ശരീരത്തിലെയും സകല ഭയവും ദോഷവും വലിച്ചെടുക്കാൻ സാധിക്കും. 5. വിഷ്ണുമായ യന്ത്രം അഥവാ രക്ഷാകവചം ധരിക്കുക. കച്ചവടത്തിൽ നിരന്തരം തകർച്ച നേരിടുന്നവരും എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി മികമായി മുന്നേറാൻ കഴിയാത്തവരും ശത്രുക്കളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയവരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച് താന്ത്രിക വിധിപ്രകാരം പൂജിച്ചെടുത്ത് വിഷ്ണുമായ യന്ത്രം ധരിക്കുക എന്നതാണത്. ഇതൊരു സാധാരണ എലസല്ല. നിങ്ങളുടെ ബിസിനസ്സിലും ഭവനത്തിലും ഐശ്വര്യമിറയ്ക്കാനും ഏത് ദുഷ്ടദൃഷ്ടിയിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കാനും പോന്ന സ്വാമിയുടെ അദൃശ്യമായ ഒരു കവചമാണിത്. നിങ്ങളുടെ പുരോഗതിയിൽ അസൂയപ്പെടുന്നവരുടെ നോട്ടം ഈ യന്ത്രത്തിൽ തട്ടി അവർക്ക് തന്നെ തിരികെ പോകും. എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി മുന്നേറാൻ കഴിയാത്തവരും തൊഴിലിടങ്ങളിൽ തുടർച്ചയായ തളർച്ചകൾ നേരിടുന്നവരും ശത്രുക്കളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർക്കായി സാക്ഷാൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച് താന്ത്രിക വിധിപ്രകാരം കർശന നിഷ്ഠകളോടെ പൂജിച്ചെടുത്ത് സവിശേഷമായ ഒരു രക്ഷാകവചമാണ് വിഷ്ണുമായ യന്ത്രം. ഇതൊരു സാധാരണ എലസല്ല. നിങ്ങളുടെ കർമ്മരംഗത്തും ഭവനത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദോഷങ്ങളെ പാടെ അകറ്റി അവിടെ സർവ്വ ഐശ്വര്യങ്ങളും നിറയ്ക്കാൻ പോന്ന സ്വാമിയുടെ അദൃശ്യമായ ഒരു കാവലാണിത്. നിങ്ങളുടെ പുരോഗതിയിൽ അസൂയപ്പെടുന്നവരുടെ നോട്ടം ഈ യന്ത്രത്തിൽ തട്ടി അവർക്ക് തന്നെ തിരികെ പോകും. ഏത് കടുത്ത ദുഷ്ടദൃഷ്ടിയിൽ നിന്നും ഇത് നിങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കും. ജീവിതത്തിൽ കടുത്ത ദുരിതങ്ങളും തടസ്സങ്ങളും അനുഭവിക്കുന്ന സ്വാമിയുടെ ഈ യഥാർത്ഥ കാവൽ ആവശ്യമുള്ള ഭക്തർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. സങ്കടങ്ങൾ അനുഭവിക്കുന്ന അർഹരായവരിലേക്ക് സ്വാമിയുടെ ഈ അനുഗ്രഹം തീർച്ചയായും എത്തിച്ചേരും. ഈ രക്ഷാകവചത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും മറ്റ് സംശയങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അത് എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക. വീട് പണി തുടങ്ങുമ്പോഴും പുതിയ വാഹനം ബുക്ക് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ഏറ്റവും അടുത്തവരോട് മാത്രം പങ്കുവയ്ക്കുക. നിങ്ങളുടെ വിജയം മാത്രം മറ്റുള്ളവർ കണ്ടാൽ മതി. കാരണം എല്ലാവരും നിങ്ങൾ നന്നായി വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ നിശബ്ദമായിരിക്കട്ടെ. പ്രതിഫലം സ്വാമി തരും. അതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ അസൂയയെ ഭയക്കേണ്ടതില്ല. അവരെ നോക്കി പുഞ്ചിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസവും വിഷ്ണുമായ സ്വാമിയിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൂടെ എൻ്റെ സ്വാമിയുണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു ഉണർവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ വീഡിയോയ്ക്ക് താഴെ ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ നമഃ എന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായും പങ്കുവയ്ക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.